രഞ്ജുഷ, എല്ലാവരും മടങ്ങിപ്പോകാനുള്ള തിരക്കിലാണ്. അവിടെയൊക്കെ പൊങ്കാല നിവേദ്യം നടന്നോ? ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്ന ചടങ്ങ് ഇതോടെ പൂർത്തിയാവുകയാണല്ലോ. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മോത്തി, ഞാനിവരുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തജനങ്ങൾ അവരുടെ വീടുകളിലേക്ക് തന്നെ മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ദേവിക്ക് പൊങ്കാല അർപ്പിച്ചതിന് പിന്നാലെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ എല്ലാം ക്രമീകരിക്കാനും അതുപോലെ തന്നെ ഭക്തജനങ്ങളെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പറഞ്ഞയക്കാനും ഇവിടെ പോലീസ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനം നിയന്ത്രിക്കാനും എല്ലാത്തിനും പോലീസ് മുന്നിട്ട് തന്നെയുണ്ട്. അത്രയും അധികം പോലീസുകാരെ ഈ ഭാഗത്തെല്ലാം വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എല്ലാ അമ്മമാരും അടങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇനിയിപ്പോൾ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എല്ലാവരും എത്തിയത്. ഇനി വീണ്ടും അടുത്ത തവണ അമ്മയെ കാണാൻ എത്തുന്നത് വരെയുള്ള കാത്തിരിപ്പാണ്. തിരുവനന്തപുരം നഗരത്തിന് അവിടുത്തെ സ്നേഹത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് മടങ്ങുകയാണ് എല്ലാ ഭക്തജനങ്ങളും. നമുക്കറിയാം, പല നാടുകളിൽ നിന്നുമാണ് പൊങ്കാല ഇടാനായി നിരവധി ആളുകൾ ഇവിടെ എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ പല ജില്ലകളിലെ ആളുകളും ഏറ്റവും അടുത്ത് തന്നെ പെട്ടെന്ന് ട്രെയിൻ കയറി പോകാനെല്ലാം ആയിട്ട് ഏറ്റവും അടുത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിനും അടുത്തായിട്ട് തന്നെ ആയിരുന്നു പൊങ്കാല ഇട്ടിരുന്നത്. ഇത്തരത്തിൽ നേരത്തെ വന്ന് സ്ഥലം പിടിച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും അതുപോലെ ബസ് സ്റ്റോപ്പിനും അടുത്തൊക്കെ പൊങ്കാല ഇട്ടവർ നിരവധിയാണ്. അവർക്കെല്ലാം ഇപ്പോൾ ട്രെയിനുണ്ട്. എല്ലാവരും മടങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. വലിയ തിരക്കാണ്. അതുപോലെ തന്നെ വാഹനം നിയന്ത്രിക്കുന്നതിനെല്ലാം പോലീസ് മുന്നിട്ട് നിൽക്കുന്നുമുണ്ട് ഇവിടെ. നമുക്ക് ചില പ്രതികരണമുണ്ട്. ഈ തിരക്കിനിടയിലും അവനവൻ്റെ ആഭരണങ്ങളൊക്കെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധയോടെ മാത്രം യാത്ര ചെയ്യുക തുടങ്ങിയ എല്ലാ നിർദ്ദേശങ്ങളും പോലീസ് നൽകുന്നുണ്ട്. അഭിരാമി ചേരുന്നുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം. ഹിമ, അബി, എല്ലായിടത്തും ഇനിയിപ്പോൾ യാത്ര പറഞ്ഞു പിരിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുക. തമ്പാനൂരിലേക്ക് ജനലക്ഷങ്ങളുടെ ഒഴുക്കായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയുമായി തമ്പാനൂരിലേക്ക് എത്തിയ ഓരോ ഭക്തജനങ്ങളെയും നമ്മൾ ഈ അനന്തപുരി ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. ഇനി നമ്മളുടെ സ്നേഹാശിസുകളെല്ലാം ഏറ്റുവാങ്ങി അവരുടെ നിന്ന് മടങ്ങാൻ പോകുന്ന ഒരു കാഴ്ചയാണുള്ളത്. അപ്പോൾ ആ ഒരു തയ്യാറെടുപ്പിലായിരിക്കുമല്ലേ അവിടെയും? കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭക്തജന ലക്ഷങ്ങൾ തിരിച്ചു പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലായിരിക്കും. ദേവിക്ക് വേണ്ട പൊങ്കാല നിവേദ്യം സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ആത്മസമർപ്പണത്തോടെ ഇവിടെ നിന്ന് ഇനി പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ്. തമ്പാനൂരിലേക്ക് ഓരോരുത്തരായി ട്രെയിനും ബസ്സും ഒക്കെ കാത്തിരുന്ന് അങ്ങനെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഇനി കാണാൻ കഴിയുക. അവിടുത്തെ തിരക്ക് എത്രത്തോളമുണ്ട്? ഭക്തരെല്ലാം മടങ്ങിപ്പോകാനുള്ള ഒരുക്കത്തിലായിരിക്കും അല്ലേ? പോകാനുള്ള ഒരുക്കത്തിലാണ്. ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഓരോരുത്തരും. പക്ഷേ ഇപ്പോഴാ ഈ വർഷത്തെ പൊങ്കാല അവസാനിക്കുമ്പോൾ ഇനിതാ ദേവിയെ അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ് ഭക്തജന ലക്ഷങ്ങൾ. ആ ഒരു തയ്യാറെടുപ്പാണ് നമ്മളിവിടെ കാണുന്നത്. ഓരോരുത്തരും ബാഗും സാധനങ്ങളും ഒക്കെ ഒരുക്കി ഇനി തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. പല ദിവസങ്ങളിലായി കുംഭമാസത്തിലെ കാർത്തിക നാൾ മുതൽ അന്ന് മുതൽ ഇങ്ങോട്ടെത്തിയവരാണ് ഓരോ ഭക്തരും. പല നാടുകളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന്, രാജ്യത്തിൻ്റെ തന്നെ വിവിധ കോണുകളിൽ നിന്ന് എത്തിച്ചേർന്ന ഭക്തർ. അതുതന്നെ നിരവധി ഭക്തജനങ്ങളാണ്. ഓരോ വർഷം കൂടുന്തോറും അവരുടെ എണ്ണം കൂടി വരികയല്ലാതെ ഒരിക്കലും അതിലൊരു കുറവും ഉണ്ടാകുന്നില്ല. അങ്ങനെ നിരവധിയായ സ്ത്രീജനങ്ങൾ ഇപ്പോഴിതാ തിരിച്ചു പോകാനായി തമ്പാനൂരിലേക്ക് പോകുന്ന ഒരു ജനസാഗരം തന്നെ നമുക്ക് കാണാൻ കഴിയും വഴിയോരങ്ങളിലെല്ലാം. അഭിരാമി, എല്ലാവരും മടങ്ങി തുടങ്ങുന്നുണ്ടോ? എല്ലാവരും മടങ്ങി തുടങ്ങുകയാണ്. നേരത്തെ നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വലിയൊരു കൂട്ടം ആളുകളെ കണ്ടിരുന്നു. എറേസർ ഉപയോഗിച്ച് മായ്ച്ചതുപോലെ ആ ആൾക്കൂട്ടം പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്ന പോലെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ആൾക്കാരെല്ലാം നേരത്തിനു ശേഷം നേരെ ഉള്ളിലേക്ക്, റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് കയറിപ്പോയി. അവിടമൊക്കെ ഇപ്പോൾ വിജനമായിരിക്കുന്നു. കുറച്ച് ആളുകൾ മാത്രം ഇപ്പോൾ വീണ്ടും അകത്തേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ റോഡിൽ ഇപ്പോഴും നേദ്യം നടക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലേക്ക് ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും
ശരിക്കും ഒരു കടലിങ്ങനെ ഒഴുകി വരുന്ന പ്രതീതിയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് പൊങ്കാലയിട്ട ആളുകൾ അവരുടെ നേദ്യത്തിന് ശേഷം ഈ തമ്പാനൂരിലേക്ക് തങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി എത്തുന്ന കാഴ്ച, അത് ശരിക്കും ഒരു കടലിങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന പോലെ ഒരു പ്രതീതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. ഈ യാത്രക്കാർ തിക്കും തിരക്കും കൂട്ടേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അധികൃതർ. ഒരു കാരണവശാലും അവർക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് സമയത്തിന് തന്നെ അവർക്ക് ബസ്സിലോ ട്രെയിനിലോ ഒക്കെയായി നാട്ടിലെത്താൻ സാധിക്കും. അതിനുവേണ്ടി തിക്കും തിരക്കും കൂട്ടി ആപത്തുകളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അവർക്ക് ഈ സ്ഥലങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും തമ്പാനൂരേക്ക് എത്താൻ വേണ്ടിയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നേദ്യം പല സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അഭിരാമി അവിടുന്ന് പറയുന്നത്. ശരിയാണ്, എല്ലാ തവണയും അതങ്ങനെ തന്നെയാണ്. ഇത്തവണയും അത് പതിവ് തെറ്റാതെ തന്നെ പോകുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ കാത്തിരിക്കുന്നത് ഈ ഭക്തലക്ഷങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിക്കഴിഞ്ഞ ശേഷം ഈ നഗരത്തിൻ്റെ ശുചീകരണമാണ്. നഗരത്തിൻ്റെ മുക്കും മൂലയും ഒരു പേപ്പർ പോലും ഇല്ലാത്ത വിധത്തിൽ ശുചീകരിക്കും നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ. അത് നഗരസഭയുടെ നേതൃത്വത്തിൽ അതങ്ങനെയാണ് എല്ലാ തവണയും നടക്കുക. നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുക. റോഡിന്റെ ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൂട്ടിവെച്ചത്. ഇവിടെ ഇപ്പോൾ പുഷ്പവൃഷ്ടി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ആ ഒരു മനോഹരമായ കാഴ്ച ഇപ്പോൾ അങ്ങ് കണ്ടേ ഉള്ളൂ. നിരവധി പുഷ്പങ്ങൾ ഇത് ആകാശത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വീഴുന്നു. ഭക്തരെല്ലാം ഒരുപോലെ ആകാശത്തേക്ക് നോക്കും. 2-3 റൗണ്ട് വിമാനം അങ്ങനെ വട്ടമിട്ട് പറക്കും. ശ്രീജയുണ്ട്. ശ്രീജ പറയൂ, ഈ പുഷ്പവൃഷ്ടി അടക്കം നടന്നു. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രം ഇവരൊക്കെ മടങ്ങിപ്പോവാൻ ഈ ഭക്തജനങ്ങൾ. അപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് സങ്കടം വരികയും ചെയ്യും. ശ്രീജയ്ക്ക് കേൾക്കാമെന്ന് കരുതുന്നു, പറയൂ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ പെട്ടെന്ന് ഇവിടെ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ എന്താന്ന് നോക്കിയപ്പോൾ ഇതാ പുഷ്പവൃഷ്ടിയാണ്. ആകാശത്ത് നിന്ന് ഇവിടെയൊക്കെ ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തൊക്കെ പുഷ്പവൃഷ്ടി നടന്നു കഴിഞ്ഞു. എല്ലാവരും മടങ്ങാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പതുക്കെ പൊങ്കാലക്കലങ്ങളൊക്കെ സഞ്ചിയിലാക്കി. ഒരുപക്ഷെ 2 ദിവസം മുൻപ് വരെ ഇവിടെ എത്തിയവരുണ്ട്. ഈ ക്ഷേത്ര പരിസരത്തൊക്കെ സ്ഥലം കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും തലേന്നൊന്നും വന്ന് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആ 2 ദിവസത്തെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാനുള്ള ഒരുക്കമാണ്. കയ്യിലൊക്കെ കിട്ടിയതെല്ലാമായിട്ട് അല്ലേ. ഞാൻ നേരത്തെ സന്ധ്യയോട് ചോദിച്ചിരുന്നു ഈ പൊങ്കാല എക്സ്പീരിയൻസ്. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് പൊങ്കാല. സന്ധ്യ കുട്ടിക്കാലം തൊട്ട് ഇത് കാണുന്നതാണ്. ഇതിങ്ങനെ വലുതായി വന്ന് ഇപ്പോൾ നോക്കൂ, ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടു തീരുമ്പോൾ പൊങ്കാല ഓരോ വർഷവും വലുതാവുകയാണ് അല്ലേ. ശ്രീജേച്ചി പറഞ്ഞ പോലെ കുട്ടിക്കാലം മുതൽ നമ്മൾ പൊങ്കാല കാണുന്നതാണ്. ഇപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും എനിക്കറിയാവുന്ന സ്ത്രീകളൊക്കെ പൊങ്കാലയ്ക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും സ്ത്രീകൾ വരുന്നതാണെന്നൊക്കെ കുറച്ചുകൂടി മുതിർന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നേരിട്ട് വന്ന് കഴിഞ്ഞ 3 വർഷമായിട്ട് റിപ്പോർട്ടിംഗ് ചെയ്തു. ഈ 3 വർഷം വരുമ്പോഴും ഓരോ വർഷവും ഇങ്ങനെ ആളുകൾ കൂടി വരുന്നത് ശരിക്കും ഒരു അത്ഭുതമാണ്. മറ്റൊരു കാര്യം, എല്ലാ പ്രാവശ്യവും പൊങ്കാല വരുന്നത് ഈ ചൂട് കാലമാണ്. കുംഭമാസത്തിലെ ചൂട് ഇതൊന്നും ഒരു രീതിയിലും ബാധിക്കാതെ കുറേ ഭക്തരിങ്ങനെ ക്യൂ നിന്ന് അമ്മയെ തൊഴാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ച. അതുപോലെ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി 2-3 ദിവസം മുൻപ് മറ്റു ജില്ലകളിൽ നിന്ന് വരുന്ന ആ ഒരു കാഴ്ചയൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും അത്ഭുതം തന്നെയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്സവമാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ തിരുവനന്തപുരം ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. ഉറങ്ങാത്ത നഗരമായി തിരുവനന്തപുരം മാറുന്നത് മനോഹരമായ ഒരു കാഴ്ച. ഇപ്പം നമ്മൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ അറിയാം, തിരുവനന്തപുരം നഗരം പൊതുവെ പെട്ടെന്ന് ഉറങ്ങുന്ന ഒരു നഗരമാണ്. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ അല്ലേ, നിങ്ങളുടെയൊന്നും വൈബിന് ചേരുന്നൊരു ഒരു നൈറ്റ് ലൈഫ് ഒന്നുമില്ല. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ അൾട്ടിമേറ്റ് പ്രോമാക്സ് നൈറ്റ് ലൈഫാണ് ഈ പൊങ്കാലയുടെ തലേന്ന്. ഇന്നിപ്പോൾ നമ്മൾ പുലർച്ചെ വരുന്ന സമയത്ത് 3 മണിക്ക് 3:30 നഗരത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾ വളരെ ഫ്രീ ആയി സൈഡിൽ നിന്ന് ചിലപ്പോൾ കുളിക്കുന്നുണ്ടാവും, നടന്നു പോകുന്നുണ്ടാവും. 4 മണിക്ക് ഞാൻ നോക്കുമ്പം 3:30 ആകുമ്പോൾ ഒരിടത്തിരുന്ന് ശർക്കര ചെയ്യുന്ന ഒരു ചേച്ചിയെ കണ്ടുവരുമ്പോൾ അങ്ങനെ സ്ത്രീകളുടെ പരിപൂർണ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് ഈ നഗരം നൽകുന്ന ഒരു സുരക്ഷിതത്വമുണ്ട് അല്ലേ. ഇപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫുൾ ഇവിടെ നടക്കുന്നുണ്ടല്ലേ, എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ഇവിടുത്തെ എല്ലാ പുരുഷന്മാരുടെ ഉത്തരവാദിത്വമാണ് ഇന്ന് ഈ സ്ത്രീകൾ മടങ്ങി തിരിച്ച് സേഫായി വീട്ടിലെത്തിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ പുരുഷന്മാരുടെ ഒരു ഉത്തരവാദിത്വമാണ് അല്ലേ.
തീർച്ചയായും. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നാട്ടിൻ പുറത്ത് ജനിച്ച് വളർന്ന ആളാണ് ഞാൻ. ഒരു പക്ഷേ 6 മണിക്ക് ശേഷം വീടിന് വെളിയിൽ ഇറങ്ങിയാൽ അമ്മയ്ക്കൊരു ടെൻഷനാവും, എന്താ ഇറങ്ങിയത്, എന്തേ തിരിച്ചു വന്നില്ലാതെ. പക്ഷേ ഇവിടെ വന്നതായി പൊങ്കാല ദിവസങ്ങളിൽ രാത്രി 10 മണിക്കോ 11 മണിക്കോ നമ്മൾ പുറത്തിറങ്ങിയാലും ഭയക്കേണ്ടതില്ല. ഞാനിപ്പോൾ ഇത് തിരുവനന്തപുരത്ത് വന്നിട്ട് 3ാമത്തെ വർഷമാണ്, പൊങ്കാല റിപ്പോർട്ട് ചെയ്യുന്ന 2ാമത്തെ വർഷമാണ്. ഇക്കഴിഞ്ഞ ഒരു വർഷങ്ങളിലും ഈ ദിനങ്ങളിൽ സ്ത്രീകൾക്ക് മറ്റൊരു രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടായതായിട്ട് അല്ലെങ്കിൽ അവരൊരു പ്രശ്നം ഉന്നയിച്ചതായിട്ട് നമ്മൾ ആരും കേട്ടിട്ട് കൂടി അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ അവരെ കരുതലോട് അവർക്കൊരു ബുദ്ധിമുട്ട് വരരുതെന്ന് കരുതി ചേർത്ത് പിടിക്കുന്നത് പുരുഷന്മാരാണെന്ന് തന്നെ പറയാം. അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത് ഭക്ഷണമായാലും വെള്ളമായാലും പാർപ്പിടമായാലും മറ്റെന്തൊക്കെ സഹായം വേണം അതൊക്കെ ചെയ്ത് നൽകി ഒപ്പം നിൽക്കുന്നത് അവരാണ്. ഇതൊരു ഉത്തരവാദിത്വമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ നഗരത്തിലെ വീടുകളെല്ലാം ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അവരുടെ പ്രൈവസിയൊക്കെ കുറച്ച് ദിവസത്തേക്ക് വേണ്ടാന്ന് വെച്ച് വീട്ടിൽ അവർ ശരിക്കും പുറത്താണ്. പുറത്തുനിന്ന് വരുന്നവർ അകത്ത് സ്വന്തം വീട്ടുകാരെ പോലെ കയറി ഇടപെടാൻ പറ്റുന്ന പിന്നീട് അവരൊരു കുടുംബമായി മാറുകയാണ് ചേച്ചി. ഇന്നലെ പോയി പരിചയപ്പെട്ട ഒരു കുടുംബത്തിൽ പറഞ്ഞു, ഇവിടെ മുറ്റത്ത് നിറയെ കല്ലുകൾ ഇട്ടിരിക്കുകയാണ്, അതിന് ചുറ്റും ആളുകൾ ഇരിക്കുകയാണ്, ആരെയും അറിയില്ല. 1-2 പേരെ കഴിഞ്ഞ കൊല്ലം പൊങ്കാലയ്ക്ക് വന്ന് കണ്ടിട്ടുണ്ട്. അവർ കൂട്ടിയിട്ട് വന്ന 10 പേരാണ് പിന്നെ മുറ്റത്തിരിക്കുന്നത്. പക്ഷെ അവരെല്ലാം കുടുംബമായി മാറുകയാണ്. ഇനി അവർ വരുമ്പോഴത്തേക്കും അടുത്ത കൊല്ലം ഒരു 50 പേരെ കൂട്ടിയിട്ടാവും വരിക. പക്ഷെ അത്രയും പേർ വന്നാലും കൈനീട്ടി സ്വീകരിക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ അപരിചിത്വമില്ല. എല്ലാവരും ബന്ധുക്കളാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു എന്നത് അല്ലേ. നമ്മളൊരു സമത്വം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ മലയാളികൾ എപ്പോഴും സമത്വത്തിനൊക്കെ വേണ്ടി മഹാബലിയുടെ കാലം തൊട്ട് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു യഥാർത്ഥ സമത്വം നമുക്ക് ഈ പൊങ്കാല ദിവസം ഈ തിരുവനന്തപുരം നഗരത്തിലാകെ കാണാം. അവിടെ വലിയവനെന്നില്ല, ചെറിയവനെന്നില്ല, കാസ്റ്റ് ഇല്ല, ക്രീഡില്ല, ഒന്നുമില്ല. എല്ലാവരും നിരയായി ഈ തെരുവിൻ്റെ വക്കിലിരുന്ന് പൊങ്കാല ഇടുന്നു. ഒരേ ഭക്ഷണം അവർ ഷെയർ ചെയ്ത് കഴിക്കുന്നു. ആരോ കൊണ്ടുവരുന്ന ഭക്ഷണം, ആര് കൊണ്ടുവന്നെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷെ ആരോ പോയി വാങ്ങി വരുന്നു, ആ ഭക്ഷണം കഴിക്കുന്നു. മറ്റേയാളുടെ പൊങ്കാലയ്ക്ക് ഇയാളപ്പോൾ കാവലിരിക്കുന്നു. അങ്ങനെ എന്നെ സംബന്ധിച്ച് ഇത്രയും വർഷം പൊങ്കാല റിപ്പോർട്ട് ചെയ്തൊരു എക്സ്പീരിയൻസ് ഒക്കെ വിചാരിക്കുന്നത് ഏറ്റവും നേരത്തെ അഭിരാമി പറഞ്ഞതുപോലെ തന്നെ ഒരു ജനസാഗരം ഇങ്ങനെ ഒഴുകി നീങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾക്കിവിടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. പൊങ്കാല അർപ്പണം കഴിഞ്ഞ് അമ്മയ്ക്ക് പൊങ്കാല ഇട്ടതിന് പിന്നാലെ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നവരാണ് നിരവധി ആളുകൾക്ക്. ഇപ്പോൾ തന്നെ ട്രെയിനുണ്ട്. എല്ലാവരും പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ ഏറ്റവും പെട്ടെന്ന് തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. തിരുവനന്തപുരത്തിന് നന്ദി പറഞ്ഞ് അമ്മയുടെ അനുഗ്രഹം തേടി തിരികെ എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുകയാണ്. പോലീസ് വലിയ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ട്രെയിനിൽ നിന്നും ഇറങ്ങുന്നവരെ മറ്റൊരു വഴിയിലൂടെയും ട്രെയിൻ കയറാൻ പോകുന്നവരെ മറ്റൊരു വഴിയിലൂടെയും 2 വഴികളിലൂടെ വിട്ട് ഈ ഒരു തിരക്കെല്ലാം നിയന്ത്രിച്ച് കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും തന്നെ പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. പൊങ്കാല അങ്ങ് ഇട്ട് കഴിഞ്ഞതിന് പിന്നാലെ എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രത്യേക റെയിൽവേയും അതുപോലെ തന്നെ ബസ്സും എല്ലാം പ്രത്യേക സർവീസുകൾ എല്ലാം നൽകിയിരുന്നു. പൊങ്കാല അർപ്പിക്കാൻ വരുന്ന സ്ത്രീ ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും നേരിടാതെ തന്നെ അവർ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അടുത്ത വർഷമാണ് അവർക്ക് പൊങ്കാല ഇടാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ദേവിക്ക് നന്ദി പറഞ്ഞ് തിരുവനന്തപുരത്തിന് നന്ദി പറഞ്ഞ് കൊണ്ട് മടങ്ങുന്നവരെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.